എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ധാരാളം പേർക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് വികസനത്തിനോടൊപ്പം, അതായത് ധാരാളം ഫ്ലാറ്റുകളും IT കമ്പനികളും ഓഫീസസ് അതുപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ വരുമ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ റൂമിനുള്ളിൽ അവർ തയ്യാറാക്കുന്ന പ്ലാന്റ്സ്, അതായത് ഇൻഡോർ പ്ലാന്റ്സ് എന്നൊരു സെഗ്മെൻറ്റ് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് വലിയൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ധാരാളം ഷോപ്പുകൾ ഓൺലൈനായിട്ടും അതുപോലുള്ള ബിസിനസ് ഈ ഒരു മേഖലയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടം പ്ലാമോടുള്ള കാസ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഷോപ്പിലാണ്. ഈ ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള പോട്ട്സ്, പാത്രങ്ങൾ, അങ്ങനെ വളരെ വിപുലമായൊരു ശേഖരം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനുള്ളിൽ ഒരു ഉദ്യാനം എന്നതിലുപരി മനം കുളിർക്കുന്ന ഹരിതഭംഗി നിറയ്ക്കുന്ന ഒന്നാണ് ഇൻഡോർ പ്ലാന്റുകൾ. തിരുവനന്തപുരത്ത് വളരെയധികം വ്യാപകമായി വളരുന്ന ഒരു മേഖലയാണ് ഇൻഡോർ പ്ലാന്റുകളും അതിനോടനുബന്ധിച്ച ഉപകരണങ്ങളുടെയും വിൽപ്പന. വീടിനുള്ളിലെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുക എന്നൊരു ദൗത്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഈ അകത്തള ചെടികളിൽ ഭൂരിഭാഗവും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുത്തിയെടുത്തതാണ്. ഇവയോടൊപ്പം മനോഹരമായ സെറാമിക്, പ്ലാസ്റ്റിക്, ഫൈബർ ചട്ടികൾ കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വർദ്ധിക്കുന്നത്. ഇതിനോടൊപ്പം വളങ്ങൾ, പോട്ടിംഗ് മിശ്രിതം, ഗാർഡൻ ടൂൾസുകൾ എന്നിവയും വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്നുണ്ട്. നേരിട്ട് വെയിലേൽക്കുന്നതിന് പകരം വെളിച്ചം ലഭ്യമാകുന്ന തരത്തിലാണ് ഇവയുടെ ക്രമീകരണം. കിടപ്പുമുറി, ബാത്റൂം, ലിവിംഗ് റൂം, ബാൽക്കണി, സിറ്റൗട്ട്, നാലുകെട്ട്, ഓഫീസ് റൂമുകൾ തുടങ്ങി പലയിടങ്ങളിലും അനുയോജ്യമായ ചെടികൾ ഇവയിലുണ്ട്. അഗ്ലോനിമ, എയർ പ്ലാന്റ്സ്, മണി പ്ലാന്റ്, കാക്ടസ്, ഫിലോഡെൻഡ്രോൺ, പീസ് ലില്ലി എന്നിങ്ങനെ പല വിഭാഗങ്ങളിൽ ഇവ കാണപ്പെടുന്നു. പക്ഷേ ഈ ചെടികളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതേതാ ചെടി? ഈ ഒരു ചെടി ഇത് സെറ്റ് പ്ലാന്റ് എന്ന് പറയും. കോമൺ ആയിട്ട് സെറ്റ് പ്ലാന്റ് എന്ന് പറയും. അത് ഒരു സെറ്റ് ഒരു ഇതാണ്. ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ഈ ചില ചെടികളൊക്കെ ഈ വിഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വീട്ടിൽ അങ്ങനെയുള്ള ഇതിൽ ഐറ്റംസ് വന്നതല്ല. വിഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം എല്ലാ ചെടികളും എന്താ പറയുക, ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ ഓർണമെന്റൽ ചെടികൾക്കും വിഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ റിയാക്ഷൻസ് ഒക്കെ വരും. ചെറിയ കുട്ടികളൊക്കെ എടുത്ത് കടിച്ചാലൊക്കെ ചെറിയ എല്ലാ ചെടികൾക്കും ഉണ്ട്. അതല്ലാതെ വേറെ ഒന്ന് തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശ്വസിച്ചു കഴിഞ്ഞാലോ അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മളെങ്കിലും ആ ചെടികളെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. അത് ചിലത് പെറ്റ്സിന് പ്രശ്നമാണ്. പെറ്റ്സ് കടിച്ചു കഴിഞ്ഞാൽ, നായല്ലേ പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് പ്രശ്നം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ വേറെ വിഷം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഇപ്പം നമ്മൾ ഇതിന് പ്രത്യേക ലൈറ്റ്, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ ലൈറ്റുകൾ മാത്രം മതിയോ ഇതിന്? എല്ലാ ചെടികളും ആ ലൈറ്റിൽ തന്നെ ഇത് വളരുമോ? അങ്ങനെയുണ്ടോ? എന്ന് പറഞ്ഞാൽ ഓരോ ചെടികൾക്കും ഓരോരോ പോലെയാണ്. അത് എന്താ പറയുക, ചില ചെടികളാണെങ്കിൽ തീരെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വീട്ടിലെ ഇൻഡോർ ലൈറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ട്യൂബ് ലൈറ്റ് മാത്രം കിട്ടിയാൽ നിൽക്കുന്ന ചെടികളുണ്ട്. പക്ഷേ ബാക്കിയുള്ള ചെടികൾ, ഒരുവിധം എല്ലാ ചെടികൾക്കും അത്യാവശ്യം എന്താ പറയുക, വായു സഞ്ചാരം വേണം, അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം. ഇൻഡോർ ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നില്ല. പക്ഷേ ഇൻഡോർ എന്താ പറയുക, ഇൻഡയറക്റ്റ് സൺലൈറ്റ് വിൻഡോയിലൂടെയോ അല്ലെങ്കിൽ ഡോർസിലൂടെയോ ഒക്കെ വരുന്ന സൺലൈറ്റ് വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പിന്നെ ഈ ചെടികളെ സൂര്യപ്രകാശം പകൽ കാണിക്കണം, അങ്ങനെ ഡയറക്റ്റ് പോയി കാണിക്കൊന്നും വേണ്ട, ചെടികൾ മാറ്റി വെക്കൊന്നും വേണ്ട. അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം വെച്ചാൽ മതിയാവും. വീടിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ എപ്പോഴും ലൈറ്റ് വന്നുകൊണ്ടിരിക്കും, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ആ സ്ഥലത്ത് മാത്രം, അങ്ങനത്തെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് ത്രൈവ് ചെയ്യും. പിന്നെ ഈ പോട്ട്സ്, ഇപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലോ. ശരിക്കും ഈ പോട്ട്സ് ആണല്ലോ ആ ചെടിയുടെ ഒരു ഭംഗി വരുന്നത്. നല്ല പോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു ഭംഗിയാണ്. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ ഒരു പ്രത്യേകത? ഒരുപാട് ടൈപ്പ് പോട്ടുകൾ വരുന്നുണ്ട്. നമ്മളിപ്പം ഇവിടെ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ ഇതൊക്കെ സെറാമിക് ആണ്. പിന്നെ FRP എന്ന് പറഞ്ഞ
ഈ ഒരു മെറ്റീരിയൽ ഇത് FRP എന്ന് പറയും, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. ഇത് ഔട്ട്ഡോർ കൂടി വെക്കാൻ പറ്റുന്ന ചെടികളാണ്. ഡയറക്റ്റ് ഒരു 10 വർഷം ഔട്ട്ഡോർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ അതുപോലെ ഇരിക്കും. ഇത് പ്ലാസ്റ്റിക് ആണല്ലേ? ഇതും പ്ലാസ്റ്റിക്. ഇതും ഔട്ട്ഡോർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. റോട്ടോ മോൾഡഡ് എന്ന് പറയും. ഈ റോട്ടോ മോൾഡഡ് പ്ലാസ്റ്റിക് 10 വർഷം വെച്ച് കഴിഞ്ഞാൽ 10 വർഷം ഒരു ഗ്യാരണ്ടി, കമ്പനി ഗ്യാരണ്ടിയാണ്. ഇത് കളർ പോവില്ല, ഫെയ്ഡ് ആവില്ല, പൊട്ടത്തില്ല, ഒന്നുമല്ല. 10 വർഷം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ FRP. ഇത് സെറാമിക് ആണല്ലേ? ഈ ഇരിക്കുന്നതൊക്കെ സെറാമിക് ആണ്. വില എങ്ങനെയാവും? നമ്മൾ സെറാമിക്കിനാണോ FRP ആണോ പ്ലാസ്റ്റിക്കിനാണോ കൂടുതൽ? അത് സെറാമിക് ആണ് ഏറ്റവും എക്സ്പെൻസീവ്. കുറച്ചൊരു ഭംഗി അതിനാണല്ലേ? ലാസ്റ്റിംഗ് അതിനാണ്. സെറാമിക് എന്ന് പറഞ്ഞാൽ ഒരു 1000 വർഷം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാതില്ല. നല്ല സെറാമിക് ആണെങ്കിൽ ഒന്നും ചെടി പൊട്ടുക എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കില്ല. ഈ കൂടുതലും നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ആണോ അതോ പുറത്തുനിന്ന് വരുന്നതാണോ? ഇന്ത്യൻ മെയ്ഡ് ഉണ്ട്. ഇപ്പം ഒരുപാട് വരുന്നത് ചൈനീസ് ആണ്. ഈ ബോൺസായി ഒക്കെ ചെയ്യുന്നതും ഈ ഇൻഡോറിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള പോട്ട്സ് വേണമല്ലോ നമുക്ക്. ബോൺസായുടെ പോട്ടുകളുണ്ട്. ബോൺസായുടെ പോട്ട് മെയിനായിട്ട് വരുന്നത് സെറാമിക്കിലാണ്. സെറാമിക്കിന്റെ ബോൺസായി പോട്ടുകൾ. ഇതെന്താണ് ഒരു ടെസ്റ്റ് ട്യൂബ് പോലെ ഇതിന്റെ മുകളിലിരിക്കുന്നത്? സെൽഫ് വാട്ടറിംഗ് എന്ന് പറഞ്ഞ പോട്ടുകളാണ്. അതായത് നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കാൻ പറ്റാത്ത ഒരു മാസത്തേക്കൊക്കെ ഒരു പ്രാവശ്യം വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെയൊക്കെ നിൽക്കും. വെള്ളം നിൽക്കും. ചെടി ഓട്ടോമാറ്റിക്കലി വെള്ളം എടുത്തോളും. പുറത്തൊക്കെ പോവാണ്, വീടടിച്ച് പോവാണെങ്കിലൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഓഫീസിൽ വെക്കാൻ വേണ്ടി, ഡെയിലി നനയ്ക്കാൻ പറ്റാത്തവർക്ക്. ഏത് ടൈപ്പ് ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ ഈ ഇൻഡോർ പ്ലാന്റ്സിലോട്ട് താല്പര്യം കാണിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്റെ കസ്റ്റമറിന് അറിയാൻ പറ്റുമല്ലോ. ആക്ച്വലി നമ്മൾ കസ്റ്റമറിനോട് ഡയറക്റ്റ് ചോദിക്കാറില്ല നിങ്ങൾ ഏത് ആൾക്കാരാണ്. പക്ഷെ എന്നാലും നമ്മളെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് കൂടുതലായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. കൂടുതലും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ അതേപോലെ എന്താ പറയുക, ഹെൽത്ത് സ്വന്തം ആരോഗ്യത്തിന് കൂടുതൽ നോക്കുന്നവരാണ് കൂടുതലും വരുന്നത്. IT ഫീൽഡിലുള്ളവരൊക്കെ ഇതൊക്കെ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഇതിനൊരു പ്രധാന സ്ഥാനം വഹിക്കുന്നില്ല. അവരിതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ് ആണ് നമ്മളെ ആക്ച്വലി മെയിൻ ഹോൾസെയിൽ കസ്റ്റമേഴ്സ്. അവരാണ് നമ്മുടെ അടുത്ത് മൊത്തമായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലൊക്കെ പോയിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളാണ്. അവരാണ് നമുക്ക് മെയിൻ ആയിട്ട് കൂടുതൽ ബിസിനസ് വരുന്നത്. ഡയറക്റ്റ് റീറ്റെയിൽ കസ്റ്റമേഴ്സിനേക്കാളും കൂടുതൽ നമുക്ക് ബിസിനസ് കിട്ടുന്ന ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സിനാണ്. ഇതൊക്കെ കാക്ടസ് അല്ലേ വരുന്നത്? സക്കുലൻസ് എന്ന് പറയും. സക്കുലൻസും കാക്ടസും രണ്ട് എന്താ പറയാ, ഡ്രാഫ്റ്റ് റെസിസ്റ്റിംഗ് പ്ലാന്റ്സ്. അതായത് ഇങ്ങനെ വെള്ളവും പിന്നെ വെളിച്ചവും ഒക്കെ കുറഞ്ഞ സ്ഥലത്തും ജീവിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതിൽ സക്കുലൻസും കാക്ടസും ആണ് മെയിൻ. സക്കുലൻസും കാക്ടസും തമ്മിൽ പ്രധാന വ്യത്യാസം പറഞ്ഞാൽ ഇതിൽ സക്കുലൻസ് ആണെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ലീഫ്സിലായിരിക്കും. കാക്ടസ് ആണെങ്കിൽ അത് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെമ്മിലായിരിക്കും. അതാണ് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇത് നമ്മുടെ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സക്കുലൻസ്. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചീത്തയായി പോകും. അങ്ങനെയുണ്ട്. വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുന്ന, എപ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കുന്നത്, അത് മാത്രമാണ് ഇത് വളർത്തിയെടുക്കാനുള്ള ഒരു. ചെടികളൊക്കെ കാണുമ്പോൾ ഈ ആമസോൺ കാടുകളുടെയൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ഓരോ പല സ്ഥലത്തുനിന്ന് വരും. ഇത് സാൻസിബാർ എന്ന് പറഞ്ഞ ഒരു ചെടി. സാൻസിബാർ ജെം എന്നാണ് അതിന്റെ കോമൺ ആയിട്ട് പറയുന്നത്. അവരവിടെ കോമൺ ആയിട്ട് പറയും. നമ്മളിവിടെ സെറ്റ് പ്ലാന്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന സംഭവങ്ങളാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ, ഇന്ത്യയിലെ കാലാവസ്ഥയിലേക്ക് അഡാപ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ ചെറിയ ചെടികളായിട്ട് പുറത്തുനിന്ന് വന്നിട്ട് അവർ ഇന്ത്യൻ കാലാവസ്ഥയിൽ അഡാപ്റ്റ് ചെയ്ത് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സർ ശരിക്കും എങ്ങനെയാണ് ഇതിന് നമുക്ക് എന്ത് മെറ്റീരിയലാണ് നടാൻ ഉപയോഗിക്കുന്നത്? അത് ഓരോ ചെടിക്കും ഓരോ പോലെയാണ്. മണ്ണിൽ വളരുന്ന ചെടികളുണ്ട്, കൊക്കോ പീറ്റിൽ മാത്രം വളരുന്ന, അതായത് ചകിരിച്ചോറിൽ മാത്രം വളരുന്ന ചെടികളുണ്ട്. അല്ലെങ്കിൽ ഈ ചെടി കൊക്കോ പീറ്റും മണ്ണും മിക്സ് ചെയ്തിട്ട് വളരുന്ന ചെടികളുണ്ട്. അത് എങ്ങനെ ചെടീനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ചെടി വളരുന്നു. ഇപ്പൊ ആദ്യം തന്നെ മണ്ണിൽ വളർന്ന ചെടിയാണ്, അതിനെ പിന്നെ എടുത്ത് മാറ്റി ചകിരിച്ചോറിൽ വയ്ക്കാൻ പറ്റില്ല. അതേപോലെ അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുകൂടി ഒരു ഐഡിയ വേണം. ആ ചെടി എങ്ങനെയാണ് വളർന്നിരിക്കുന്നതെന്ന് ഐഡിയ. ഇതിപ്പോ ഈ ചെടി ഇതിപ്പോ ഫുള്ളായിട്ട് മണ്ണിലാണ്. ഇത് മണ്ണിലാണ്, ഫുള്ളും മണ്ണിലാണ് വളർന്നിരിക്കുന്നത്. പക്ഷെ ഇതേ ചെടി നമുക്ക് കൊക്കോ പീറ്റിൽ വളർത്തിയെടുക്കാം. പക്ഷെ രണ്ടും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ വെറുതെ ഒരു ചെടി വാങ്ങി വെക്കുന്നതിനേക്കാൾ അല്പം അതിനെക്കുറിച്ച് പഠിക്കുകയും കൂടി വേണം, കുറച്ച് അറിയണം.
ഇപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ അടുത്ത് കൊക്കോപിറ്റിൽ വന്ന് വളരുന്ന ഒരു ചെടി എടുത്തിട്ട് നേരെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് വളർന്നില്ല, അത് ഒരു 2-3 മാസം കൊണ്ട് നശിച്ചു പോകും. ഓക്കെ. പിന്നെ വേറൊരു ചോദ്യം, അതായത് ഇപ്പോൾ ഇവിടെ ഷോപ്പിൽ വരുന്നവർ ഇതിൽ താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന്, അപ്പോൾ അവർക്ക് ആവശ്യമായ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ? അവർക്ക് ആവശ്യം അവരെന്ത് ചോദിക്കുന്നത് നമ്മൾ സംശയം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ചോദിക്കുന്ന പോലെ എന്തൊക്കെ സംശയം നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റു കാണാക്കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.